അല്ലാതെ എൻ്റെ നല്ല കാലത്ത് എൻ്റെ കൂടെ നടന്നവരല്ല. മനസ്സിലായോ? ക്യാൻസർ ആർക്കും വരാം. ഞാൻ ശ്രീവിദ്യ ചേച്ചിയുടെ ഫോട്ടോ ഇട്ട് ഞാൻ നിങ്ങൾക്ക് സൂചന തന്നു. ഇപ്പം ചിലർ വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. സോ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. രേണു സുധിക്ക് സഹായമായിട്ട് കാശ് കൊടുത്തിട്ടുള്ളവരടുത്ത് പുച്ഛം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവർക്കുള്ള നല്ല മറുപടി ഇന്നത്തെ വീഡിയോ കൂടെ നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു ഫ്രെയിമിനകത്ത് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയക്കകത്ത് വന്നിട്ട് രേണു സുധിയെ നല്ല രീതിക്ക് വെളുപ്പിക്കുകയും അതേ സ്ഥാനത്ത് തന്നെ ഇപ്പുറത്തെ ഒരു സൈഡിൽ വന്നിട്ട് ഇവർക്ക് സഹായം ചെയ്തവരെയും അതേ കൂട്ട് തന്നെ കിച്ചുവിനെയൊക്കെ കറുപ്പിക്കുന്ന രീതിയിൽ വന്നിട്ട് തന്നെ അങ്ങ് നന്മപരമാക്കി ഈ സോഷ്യൽ മീഡിയയിലോട്ട് കാണിക്കുന്ന ലക്ഷ്മി നക്ഷത്രയുടെ ഈ ഒരു ചിന്താഗതി നമുക്ക് അംഗീകരിക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് ഇവർക്കുള്ള മറുപടി കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. എല്ലാം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു എന്തോ പറഞ്ഞു തുടക്ക സമയത്ത് സുധിച്ചേട്ടനൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയിട്ടുള്ള ആ ഒരു സമയത്ത് വന്നു കിടന്ന് സോഷ്യൽ മീഡിയയിൽ മാക്സിമം നന്മമാരും മാക്സിമം റീച്ച് വാരിയതിന് ശേഷം ഇടസമയത്ത് വന്നിട്ട് രേണു സുധിക്കെതിരെ തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിരവധി ന്യൂസസ് ആണ് നമ്മളുടെയൊക്കെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഞാനാണ് നന്മമാരും, ഞാനാണ് രേണു ചേച്ചിക്ക് സപ്പോർട്ട്, പിന്നെ രേണു സുധിക്ക് സഹായം ചെയ്തവരടുത്ത് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നാണമുണ്ട്. എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എന്തൊക്കെയായി സോഷ്യൽ മീഡിയ വന്ന് പറയുന്നത് ലക്ഷ്മി നക്ഷത്രം? സത്യം പറയാ മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. എന്തായാലും നമുക്ക് ഓരോ വീഡിയോ വെച്ച് പ്ലേ ചെയ്ത് അതിന് ആവശ്യമായിട്ടുള്ള മറുപടി കൊടുത്തു തന്നെ പോകും. എന്തായാലും ആദ്യത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്. പിന്നെ ഇപ്പം ചിലർ വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. ചിരിക്കാൻ എന്തോ ഇരിക്കുന്നു, കാശ് സഹായമായിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ചിരിക്കാൻ എന്തോ ഇരിക്കുന്നു ലക്ഷ്മി നക്ഷത്ര. അപ്പൊ പിന്നെ ഇതേ ഒരു സംഭവം തന്നെ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചാലോ? നിങ്ങളാണെങ്കിൽ തുടക്ക സമയത്തൊക്കെ ഈ രേണു സുധി സഹായിച്ചിട്ടുണ്ടല്ലോ, അന്നേരം ഞങ്ങൾ ഇതേ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഇതേ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാലോ? അന്നേരം ഞങ്ങൾക്കറിയാം അവരുടെ ഗതികേട് കാരണം അവർക്ക് സാമ്പത്തികം അത്രയും കുറവുള്ളത് കൊണ്ട് നിങ്ങൾ കൊടുത്തു എന്ന് ഞങ്ങൾക്കറിയാം. അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത്. അതായത് അവർക്ക് ഒരു ക്യാൻസർ ഒരു അസുഖം മൂലം നല്ല സാമ്പത്തിക ആവശ്യമുണ്ട്. ഇതേ ഒരു സമയത്ത് സഹായിച്ചെന്ന് പറയുമ്പോൾ ചിരിക്കാൻ വേണ്ടി എന്തോ ഇരിക്കുന്നു എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക. എന്തായാലും ബാക്കിയുണ്ടോ നോക്കാം. 2 വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ ഇപ്പൊ ഞാനത് പറയാൻ പാടില്ല, എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യണില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ച് തന്നെ ചെയ്യണം. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. പറഞ്ഞത് മനസ്സിലായില്ല. ഒന്നാമത്തെ കാര്യം ആരെ പറ്റിയാണ് ഇവർ പറയുന്നത്? ഇവര് പറയുന്നത് സീക്രട്ട് ഏജന്റിനെ പറ്റിയാണ്. പുള്ളിക്കാരനാണെങ്കിൽ രേണു സുധിക്ക് സഹായ സംഭവങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു ഇന്റർവ്യൂ സംഭവങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ സ്ഥാനത്ത് ഈ സീക്രട്ട് ഏജന്റ് തന്നെ ലക്ഷ്മി നക്ഷത്രയാണെങ്കിൽ ഒരു പെർഫ്യൂം സംഭവങ്ങൾ രേണു സുധിക്ക് കൊടുത്തപ്പോൾ അവിടെ വന്നിരുന്ന ഒരു റിയാക്ഷൻ വീഡിയോ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഒരാളെ സഹായിക്കുന്നത് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു? അതായത് രേണു സുധിക്ക് ചാരിറ്റി സംഭവങ്ങളോ ഒന്നുമല്ല നിങ്ങൾ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ജസ്റ്റ് ഒരു പെർഫ്യൂമാണ് കൊടുത്തിട്ടുള്ളത്. സംഭവം ഒക്കെ ശരിയാണ്. സുധിച്ചേട്ടന്റെ മണമുള്ള അതേ ആ ഒരു വിയർപ്പിന്റെ മണമുള്ള അതേ പെർഫ്യൂമാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. അത് ചാരിറ്റി ആയിട്ട് കാണിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് 4 ആൾക്കാരെയും കൊണ്ട് കരയിപ്പിച്ച് അതിൽ നിന്ന് കാശുണ്ടാക്കി ഒരു പെർഫ്യൂം കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 പെർഫ്യൂമിന്റെ കാശാണ് നിങ്ങൾ ആ ഒരു ഒറ്റ വീഡിയോ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം, തെളിവ് സഹിതം ഞാൻ സൈഡിൽ വെച്ച് തരുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി. 1 വർഷം മുമ്പാണ് വീഡിയോസ് കൂടുതലായിട്ട് രേണു സുധിയെ പറ്റി ഇട്ടിട്ടുള്ളത് ഇവര്. ഒന്നാമത്തെ വീഡിയോ എന്റെ സുധിച്ചേട്ടനെ കുറിച്ച്, ആ വീഡിയോക്ക് കിട്ടിയിട്ടുള്ള വ്യൂസ് 39 ലക്ഷം വ്യൂസ് ആണ്. 39 ലക്ഷം വ്യൂസ്, 3.9 മില്യൺ വ്യൂസ് ആണ് ആ ഒരു ഒറ്റ വീഡിയോക്ക് കിട്ടിയിട്ടുള്ളത്. എങ്ങനെ പോയാലും ലക്ഷങ്ങൾ, 2 ലക്ഷം 3 ലക്ഷം രൂപയെങ്കിലും ഈ ഒരു ലക്ഷ്മി നക്ഷത്രയ്ക്ക് ആ ഒരു ഒറ്റ വീഡിയോ കൂടെ കിട്ടിക്കാണ്. രണ്ടാമത്തെ ഒരു വീഡിയോ സുധിച്ചേട്ടന്റെ കുടുംബത്തിനോടൊപ്പം, ആ ഒരു വീഡിയോക്ക് 16 ലക്ഷം വ്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. 1.6 മില്യൺ വ്യൂസ്. അതിൽ നിന്നും കിട്ടിക്കാണ് ലക്ഷങ്ങൾ. എങ്ങനെ പോലും 1 ലക്ഷം രൂപയെങ്കിലും അതിൽ നിന്ന് കിട്ടിക്കാണ്. കാരണം അത്രത്തോളം ലെങ്ത് ഉണ്ട് വീഡിയോക്ക്. എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെയും കണ്ടു കാണും. അടുത്തൊരു സംഭവമാണ് പ്രിയപ്പെട്ട സുധിച്ചേട്ടന് മണം പെർഫ്യൂം ആക്കി, അതിന് 15 ലക്ഷം. ഈ ഒരു സംഭവമാണ് വിവാദം. 15 ലക്ഷം 1.5 മില്യൺ വ്യൂസ്. നിങ്ങൾക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൈ കൊടുക്കുന്നത് അല്ലെങ്കിൽ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാൻ പാടില്ല. നിങ്ങൾക്ക് നേരെ ഇങ്ങ് കൊടുത്താൽ പോരെ. നിങ്ങളടുത്താണ് ചോദിച്ചിട്ടുള്ളത്. തുടർന്ന് പറയുന്നുണ്ട്, ചിന്നു എനിക്കൊരു പെർഫ്യൂം വേണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി എടുത്ത് ചോദിച്ചു, അങ്ങനെ ചേച്ചി കൊണ്ട് കൊടുത്തിയാന്ന്. അത് വീഡിയോ ആക്കി ഇടുന്നു, അത് റീച്ച് വാങ്ങുന്നു. ആദ്യമൊക്കെ സമയത്ത് നമ്മളൊക്കെ കണ്ടപ്പോൾ, ഞാനായാൽ പോലും അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു ലക്ഷ്മി നക്ഷത്രം എന്തോ പറഞ്ഞു സത്യം പറഞ്ഞാൽ നന്മമരെ ഫെയിമിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ എല്ലാവരും കണ്ണു നനയിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ഒരു പെർഫ്യൂം കൊണ്ട് കൊടുക്കുന്നു, സുധിച്ചേട്ടനില്ലെങ്കിൽ ആ ഒരു കുറവറിയിക്കാതെ നിങ്ങളെ ഞങ്ങൾ നോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ ഒത്തിരി ആൾക്കാരെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന്റെ പുറകെ, അതായത് മുല്ലപ്പൂവും കൂടി ഏറ്റി കിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറയുന്നത് കൂട്ട്
അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ വന്ന് പെർഫ്യൂം കൊടുത്ത് നന്മമരം കളിച്ചിട്ടുള്ള ഈ ഒരു ലക്ഷ്മി നക്ഷത്ര പുറകു ഭാഗത്തെ റീച്ചും കാശുമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളതെന്ന് ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം വിട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് സുധിച്ചേട്ടൻ്റെ പെർഫ്യൂം ഇനി രേണുവിന്. എനിക്കും ചിലത് പറയാനുണ്ട്. 14 ലക്ഷം വ്യൂസ്. എങ്ങനെ 14 ലക്ഷം വ്യൂസ്, 1.4 മില്യൺ വ്യൂസ് ആണ് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ആ ഒറ്റ വീഡിയോ കൂടെ കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ കിടന്ന് നന്മമരം ചമയല്ലേ ലക്ഷ്മി നക്ഷത്രം. നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്? ഈ ഒരു ജെമിനി എടുത്തായാലും നമ്മൾ ഈ ഒരു ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി ഈ ഒരു വ്യൂസിനൊക്കെ എത്ര രൂപ കിട്ടുമെന്ന്. അപ്പോൾ പിന്നെ ആ ഒരു ജെമിനിയിൽ ഏകദേശം കണക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒരു 10 ലക്ഷം രൂപ അടുപ്പിച്ച് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയും ലക്ഷം രൂപ ഇവർക്ക് കിട്ടുമ്പോൾ അതിൽ നിന്നൊരു ഭാഗം കൊടുത്തിട്ട് ഈ യൂട്യൂബിൽ വന്നിടന്ന് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ഒരു സ്വഭാവം മനസ്സിലാവാത്തൊരു കാര്യമാണ്. അവരാണ് സീക്രട്ട് ഏജന്റ് പൈസ വിളിച്ചു പറഞ്ഞെന്നും പറഞ്ഞ് ഇവിടെ വന്ന് കിടന്ന് എന്തോ പറയുന്നത് നന്മമാരും ചമയം വരുന്നത്. എന്തായാലും അടുത്ത തവണ കണ്ടു നോക്കാം. അയാൾക്ക് വീട് വെച്ച് കൊടുക്കണമായിരുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഞാനേ സുധിച്ചേട്ടനെ കല്ലറയിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ കാറിൽ കയറിയ സമയത്ത് ഞാൻ നമ്മുടെ കൊളീഗ്സിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത്ര നാളും ഇതേ വ്യക്തി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ഇനോഗ്രേഷൻ അദ്ദേഹത്തിന് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പരിപാടിക്ക്, അതായത് സ്റ്റേജ് ഷോസ് അല്ലാട്ടോ ഞാൻ പറയണേ. കാരണം അന്നത്തെ ഒരു ദിവസം മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടൻ നുള്ള എല്ലാ ആക്സെപ്റ്റൻസും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത്രയധികം ജനക്കൂട്ടമായിരുന്നു അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതിന് അദ്ദേഹം വന്നു. നല്ല നല്ല അവസരങ്ങൾ അദ്ദേഹത്തിന്റെ ടാലന്റിനകത്ത് അദ്ദേഹത്തിന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതുപോലെ തന്നെയാ പറയാനുള്ളത്. ഇപ്പം ഇതിനു മുമ്പ് രേണുവിനെ നെഗറ്റീവ്സ് പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം നേരെ മാറി. പക്ഷെ ഈ കമന്റ് ഇടുന്നവരും നെഗറ്റീവായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നവരും ചിന്തിക്കണേ. അതിപ്പം ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും അത് അവരുടെ ജാതകത്തിൽ ഉണ്ടാവും. നമ്മൾ ഇടയ്ക്ക് ഏറെ പോകേണ്ടി വരും, ഇടയ്ക്ക് താഴെ പോകേണ്ടി വരും. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരാളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുമോ? നമ്മുടെ വീട്ടിൽ ആരും ഇങ്ങനെ നടക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞ് ഇവർ പറയുന്ന ഒരു പോയിന്റ് ആണ്, ഒരു സെലിബ്രിറ്റികൾ ഏറിൽ കയറേണ്ടി വരും, താഴെ വരേണ്ടി വരും. പക്ഷെ അവർ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ആൾക്കാർ ഏറിൽ കയറ്റുകയും താഴെ വിടുകയും ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമാണ്, സുധിച്ചേട്ടൻ നമ്മളെയൊക്കെ വിട്ടു പോയതിന് ശേഷമാണ് സുധിച്ചേട്ടനെ കുറച്ച് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുകയും ആ ഒരു മരണ ദിവസം ആയാലും ആ വീട്ടിൽ വരികയും എന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട്. അത് 100% കറക്റ്റായിട്ടൊരു കാര്യമാണ്. അതായത് ഒരാൾ നമ്മളെ വിട്ട് പിരിഞ്ഞ് പോകുമ്പോഴേ അവരുടെ ടാലന്റ് നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാവത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ വന്നു കിടന്ന നന്മമരം കളിക്കാൻ വേണ്ടി ലക്ഷ്മി നക്ഷത്രം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതായത് ചേച്ചി ഈ പുറകു ഭാഗത്ത് വന്നിരുന്ന് ചെയ്തിട്ട് ഫ്രണ്ടിൽ വന്ന് നടന്ന് റീച്ച് ഉദ്ദേശിച്ച് ചെയ്യുന്ന ഈ ഒരു പരിപാടി ഓൾറെഡി പൊളിഞ്ഞു കഴിഞ്ഞു. പിന്നെയും വന്ന് നടന്ന് ന്യായീകരിക്കാൻ നിൽക്കല്ലേ ലക്ഷ്മി ചേച്ചി? ഈ രേണുസുതിനെ പറ്റി ഇപ്പൊ ഭയങ്കര ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് രേണുവിനെ വെച്ച് വീഡിയോ ചെയ്ത ഇപ്പൊ സായി സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആള് 48 വീഡിയോ രേണുസുതിനെ വെച്ച് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിന് ഒരു നിശ്ചിത തുക രേണുവിന് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രേണുവിനെ വെച്ച് ചെയ്ത ആൾക്കാരൊക്കെ അങ്ങനെ പൈസ കൊടുക്കാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇല്ല, എനിക്ക് അതിനെപ്പറ്റി ആക്ച്വലി ഒന്നും പറയാനില്ല. എനിക്കത് കണ്ടപ്പം ലൈക്ക് സത്യം പറഞ്ഞ നോ കമന്റ്സ് എന്ന് പറയണം. ബട്ട് അറ്റ് ദ സെയിം ടൈം രേണുവിനെ ഇഷ്ടമുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റ് ആണ്, രേണുവിന് ഒരു പക്ഷേ നമ്മുടെ പ്രസൻസ് സന്തോഷം ഉണ്ടാക്കുമായിരിക്കാം, പക്ഷെ പ്ലീസ് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യൂ, രേണുവിനെ കാണൂ, സംസാരിക്കൂ. ആ രോഗത്തിന്റെ സീരിയസ്നെസ് എന്ന് പറയണേ നമ്മുടെ കൂടെ ആ വീട്ടിൽ നിൽക്കുന്നവർ ത്രൂ വരെ ഇൻഫെക്ഷൻ വന്നേക്കാം. ഓക്കെ, ഇൻഫെക്ഷൻ സംഭവങ്ങളൊക്കെ വന്നേക്കാൾ നമുക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ക്യാൻസറിന്റെ ഒരു സീരിയസ്നെസ് സംഭവങ്ങളൊക്കെ നമുക്കും അറിയാം. പക്ഷെ ഇവർ പറയുന്ന ഒരു ട്യൂൺ വെച്ച് നോക്കുമ്പോൾ കേൾക്കുന്നവർക്കും കൂടെ ഈ ഒരു എന്തെങ്കിലും ഒരു സഹായം അവർക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ കൊടുക്കേണ്ടതെന്ന് തോന്നിപ്പോ. ആ രീതിയിലാണ് ഇവർ കാഴ്ച വെക്കുന്നത്, സംസാരിക്കുന്നതും. ഈ ഒരു ഒറ്റ സംഭവത്തിൽ കൂടെ എന്ത് മനസ്സിലാക്കാം? ഇവരൊരു അവതാരകയില്ലയോ? അപ്പൊ പിന്നെ അഭിനയിക്കാൻ അറിയാനല്ലോ, ഈ അഭിനയിക്കാൻ അറിയാവുന്നവരെ ഇല്ലയോ അവതാരകയാക്കി നിർത്തത്തുള്ളൂ. അപ്പൊ പിന്നെ അതിനകത്ത് അഭിനയിക്കുന്നത് പോരാതെ ചേച്ചി യൂട്യൂബ് ചാനലിൽ വന്നിടന്ന് അഭിനയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ റിയാക്ഷൻ ചാനൽ ചുമ്മാ ആയിരിക്കും ചേച്ചി കരുതണ്ട. അല്ലടെ എന്തോ അഭിനയോടെ യൂട്യൂബിൽ വന്നിടത്ത് കാഴ്ച വെക്കുന്നേ. ഒരു സെന്റിമെന്റ്സ് വന്നു കഴിഞ്ഞാൽ അതും പിടിച്ച് വെച്ച് റീച്ച് ആക്കുന്നത്, എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ അതും പിടിച്ച് വീഡിയോ ആക്കുന്ന, ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 50,000 രൂപയുടെ കണ്ടന്റ് ഉണ്ടാക്കി ഇടുന്നതാണ് ചേച്ചിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി. എന്നിട്ട് അത് എക്സ്പോസ് ആയെന്ന് കണ്ടപ്പോൾ ഇവിടെ വന്നിടന്ന് ഉരുളുന്ന്. അതേ കൂട്ട് തന്നെ രേണുസുതിക്ക് ആരെങ്കിലും സഹായം കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് കൊടുപ്പിക്കാത്ത രീതിയിലാണ് ഈ ചേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ? എന്തായാലും അടുത്തൊരെണ്ണം കണ്ടു നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മോശം വീഡിയോ ചെയ്യോ? ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാളാണെങ്കിൽ മാക്സിമം എങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാന്നേ നമ്മൾ നോക്കുകയുള്ളൂ. പക്ഷേ അല്ലാതെ ഇപ്പം ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അതൊരാള് എന്ത് കമന്റ് വേണമെങ്കിലും പറയാം, എന്ത് കമന്റ് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം, എന്റെ ഐഡന്റിറ്റി ഒന്നും വരില്ലല്ലോ. ഈ 10 ഫേക്ക് അക്കൗണ്ട് കൊണ്ട് നടക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഒരു ആപത്ത് വന്നാലേ അതിന്റെ വേദന എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. നമ്മുടെ വീട്ടിൽ ഒരാളെ കുറ്റം പറഞ്ഞാൽ മാത്രമാണ് നമുക്കത് എന്താണ് ചേച്ചി ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അല്ലാതെ സോഷ്യൽ മീഡിയ വന്ന് എന്തെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്ന് എന്തെങ്കിലും നെഗറ്റീവ് മെസ്സേജസ് കൊണ്ടുവരുന്നതിനെ മാത്രമേ നമ്മൾ റിയാക്ട് ചെയ്യുന്നുള്ളൂ. അതല്ല ചേച്ചി ഇപ്പൊ പറഞ്ഞത് കൂട്ട് തന്നെ കമന്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ യൂട്യൂബിൽ കമന്റ് ബോക്സ് കൊടുത്തിരിക്കുന്നത് കമന്റ് എഴുതാൻ വേണ്ടിയാണ്, ഇൻസ്റ്റാഗ്രാമിലായാലും കമന്റ് ബോക്സ് കൊടുത്തിരിക്കുന്നത് കമന്റ് എഴുതാൻ വേണ്ടിയാണ്. അപ്പൊ പിന്നെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുമ്പോൾ
അതിനെതിരെയായിട്ട് കമന്റ് എഴുതുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അതിനെതിരെയായിട്ട് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. ഫെയർ യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളിസി യൂട്യൂബ് കൊടുത്തിട്ടുള്ളത് ഇതേ കൂട്ട് കാണുന്ന നെഗറ്റീവ് മെസ്സേജസിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അറിയത്തില്ലെങ്കിൽ ചേച്ചി ഒരു യൂട്യൂബർ അല്ലേ, വേണമെങ്കിൽ പോയി ആ പോളിസി ഒന്ന് വായിച്ചു നോക്കാം, അന്നേരം മനസ്സിലാവാവുന്നതേ ഉള്ളൂ. ഈ ചേച്ചി വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളെല്ലാം അതേ കൂട്ട് തന്നെ നടന്നിട്ട് എന്തോ പറയുന്നത്, 2 കാലിലും ചെരുപ്പില്ലാത്തവ 1 കാലിൽ ചെരുപ്പിട്ടവനെ കളിയാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ചേച്ചി വന്ന് പറയുന്നത്. എന്തായാലും അടുത്തൊരെണ്ണം കേൾക്കാം. രേണു സർവൈവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത്രയും നാളും അങ്ങനെയൊക്കെ ഇതായത്. അത് രേണുവിന്റെ ഇഷ്ടമാണ്. നമ്മൾ ചോദിക്കാൻ ആരാ, നമ്മൾ ആരാണെന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചാൽ എനിക്ക് കിട്ടും, നിങ്ങൾക്കും കിട്ടും. പക്ഷെ ഇത്ര നാളും കല്ലെറിഞ്ഞവര് ഇപ്പോ രേണു മോളെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കാണുമ്പോ ഈ മോശം കമന്റ് ഇട്ട സമയത്ത് നിങ്ങൾക്ക് ഒന്നും ആലോചിക്കായിരുന്നില്ലേ? അത്ര മാത്രമേ പറയാനുള്ളൂ. എന്തും എപ്പോഴും പറയാം എന്നുള്ള ആ ഒരു ധാരണ. എന്റെ പൊന്നു ലക്ഷ്മി നക്ഷത്രം, നിങ്ങൾക്ക് കുറച്ച് ബോധമുണ്ടോ? ഇത്രയൊക്കെ വർഷം ഫ്ലവേഴ്സിൽ വന്നിരുന്ന എന്തോ ഷോയും പ്രോഗ്രാമും ഒക്കെ ചെയ്തിട്ടില്ലയോ? അപ്പൊ അത് വെച്ചെങ്കിലും ഒരു കുറച്ച് ബോധം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ എന്തുവാ പറയുന്നത്? ഞങ്ങൾ എന്തോ ഗണിച്ചറിയണമായിരുന്നു ഇവർക്ക് ഇങ്ങനെ ഒരു അസുഖം വരുമെന്ന്. ചേച്ചി തന്നെ, അതല്ലേ ഈ രേണു ചേച്ചി തന്നെ വന്ന് പറഞ്ഞിട്ട് ഈ ഒരു അസുഖം എനിക്കുണ്ടെന്ന് വന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആവുന്നുള്ളൂ. ഇതേ സ്ഥാനത്താണ് ചേച്ചി വന്ന് പറയുന്നത് കുറെ വർഷം മുമ്പ്, 1 വർഷം മുമ്പ് അങ്ങാണ്ട് 1 വർഷമായിട്ടുണ്ട് രേണു ചേച്ചി ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയത്. അപ്പൊ ആ 1 വർഷം മുമ്പേ നമ്മൾ നെഗറ്റീവ് അടിക്കാൻ തുടങ്ങിയതാ. അതായത് നെഗറ്റീവ് ചുമ്മാ അടിക്കുമല്ല, ചേച്ചി കാണിച്ചു കൂട്ടിയിട്ടുള്ള സംഭവങ്ങളെ മാത്രം റിയാക്ട് ചെയ്താണ് നെഗറ്റീവ് അടിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ ഞങ്ങളെന്ത് ഗണിച്ചറിയണമായിരുന്നു ഈ സംഭവം ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആവുമെന്നോ? ചേച്ചി അതായത് സീക്രട്ട് ഏജന്റിനെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു സിറ്റുവേഷനെയാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അതേവിട്ട് ആ ഒരു സിറ്റുവേഷനെയാണ് ഞങ്ങൾ റിയാക്ഷൻ ചാനൽ ഓരോരുത്തരും വന്ന് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ചുമ്മാ ഒരാളുടെ പേഴ്സണൽ ലൈഫിലൊന്നും കയറിയിട്ടില്ല. അതേകൂട്ട് തന്നെ ചേച്ചി ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്നും പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. അത് മനസ്സിലാക്കാതെ ചുമ്മാ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നും പറഞ്ഞ് വന്നിടന്ന് പാടിക്കഴിഞ്ഞാൽ നമ്മൾ റിയാക്ഷൻ ചാനലിന് അതിനേക്കാളും വലിയ അവതാരകന്മാരാവും. അത് ചേച്ചി മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കൊള്ളാം കേട്ടോ. എന്തായാലും ഒരെണ്ണം കൂടെ കാണാം. തീർച്ചയായിട്ടും എന്താ പറയാ, ഇപ്പൊ ഈ ഒരു ചോദ്യത്തിനും ചിലപ്പോ വരും ഞാൻ കണ്ടന്റ് ആക്കിയിട്ടില്ലേന്ന്. പക്ഷെ രേണു പറഞ്ഞ കാര്യമാണ്, എന്നോട് പറഞ്ഞ കാര്യമാണ്. ചെന്നു സ്റ്റാർ മാജിക്കിലെ പലരോടും പറഞ്ഞു, പക്ഷെ എനിക്കൊരു പെർഫ്യൂം കിട്ടിയില്ല, ഒന്ന് ചെയ്തു തരുമോ? അത് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് അതൊരു കണ്ടന്റ് ആക്കിയത്. അപ്പോ അതിന് പക്ഷെ ഞാൻ കേൾക്കാത്ത പഴികളില്ല. മനസ്സിലായോ? അയ്യോ ചിന്നു, അതൊന്ന് ഒരു പെർഫ്യൂം ആക്കി തരുമോന്ന് ചേച്ചി അടുത്താണ് പറഞ്ഞത്. സ്റ്റാർ മാജിക്കിലുള്ള എല്ലായിടത്തും പറഞ്ഞു, അവർ ചെയ്തു കൊടുത്തിട്ടില്ല, വീഡിയോ ഇട്ടിട്ടില്ല. ചേച്ചി എടുത്ത് പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞത് അത് പേഴ്സണലായിട്ട് തന്നെ വെക്കാനുള്ള സംഭവമാണ്. ചേച്ചി ഇനിയിപ്പോൾ ഇത് കൊടുത്തെങ്കിലും അത് യൂട്യൂബിൽ വിളിച്ചു പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇനിയിപ്പോൾ ചേച്ചിയുടെ മൈൻഡിൽ നിന്ന് വെക്കുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ പെർഫ്യൂം കൊടുത്ത് പിന്നെ ആ വെളിനാട്ടിലൊക്കെ പോയതിൻ്റെ ആ ഒരു ചെലവ് എല്ലാ സംഭവങ്ങളും കൂടെ ചേർത്ത് അതിൻ്റെ ഇരട്ടി കാശ് യൂട്യൂബിൽ നിന്ന് കിട്ടിയ എന്തോ പുളിക്കുമോ? ഇല്ല, ആ ഒരു മൈൻഡ് തന്നെയായിരിക്കും ഒരു പക്ഷേ ലക്ഷ്മി നക്ഷത്രം ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മളിപ്പോൾ ഈ ഒരു വന്നിടത്ത് റിയാക്ട് ചെയ്യുന്നവർ, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും എന്തോ പറയുന്നത് യുവതലമുറയൊക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജസ് സംഭവങ്ങൾ കൊടുക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. അത് വേറെ, പിന്നെ റീച്ചിന് വേണ്ടി സെന്റിമെന്റ്സ് വിറ്റ് കാശാക്കുന്നത് വേറെ. രണ്ടും തമ്മിൽ എൻ്റയർലി ഡിഫറൻസ് ഉണ്ട്. ഇതൊക്കെ ഇത്രയും വർഷം ഇത്രയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ള ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ചേച്ചിക്ക് ആ ഒരു ബോധം ഇല്ലെങ്കിൽ പിന്നെ നമ്മളെന്തോ പറഞ്ഞിട്ട് എന്തോ ആവാനാ. ഇനിയായാലും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് രേണുസുതി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. കാരണം ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു രോഗം അല്ലെങ്കിൽ ഒരു മാരക രോഗം പിടിപെടരുത്. ഉറപ്പായിട്ട് ഐസിയുയിൽ നിന്ന് റിക്കവർ ആയിട്ട് ചേച്ചി വരിക തന്നെ ചെയ്യും. ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ഇരിക്കുമ്പോഴാണ് വീണ്ടും സൊസൈറ്റി കൊണ്ടുവന്ന് നെഗറ്റീവ് മെസ്സേജസ് അല്ലെങ്കിൽ അവരെ എങ്ങനെ മാക്സിമം കരിവാരി തേപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൂട്ടുള്ള കുറച്ച് ആളുകൾ രംഗത്ത് വരുന്നത്. ഇത്രയും നാൾ ചേച്ചി എവിടെയായിരുന്നു? ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് കാണാനില്ലായിരുന്നല്ലോ, വാനിശായി പോയേക്കുമായിരുന്നോ? ഇപ്പൊ ഈ ഒരു വിഷയം വന്നതിന് ശേഷം ചേച്ചി ഇപ്പൊ രംഗത്ത് വന്നേക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. ഇത് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇരിക്കുന്നത്? എന്തായാലും ഇതൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം വന്നേ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവരോട് നിങ്ങൾ യോജിക്കുന്നതാണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കായിട്ടാണ്, കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, ഞാൻ സ്ട്രേറ്റ് പോകാൻ അടുത്ത നല്ല ടോപ്പിക്കായിട്ടാണ്. എല്ലാവർക്കും ബൈ.